എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പീനട്ട് ബട്ടറോ ഷുഗറോ ഒന്നും ചേർക്കാത്ത കേക്കിനും ബിസ്ക്കറ്റിനും പകരമായിട്ട് മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള മാംഗോ ഓട്സ് ബാറിൻ്റെ റെസിപ്പിയാണിത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഓട്സ് ഫ്ലോർ തയ്യാറാക്കണം. 1 കപ്പ് ഓട്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് ഫ്ലോർ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാവുന്നതാണ്, ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു മാങ്ങ നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മധുരത്തിനായി പഞ്ചസാരയോ തേനോ ഒന്നും ചേർക്കുന്നില്ല, അതിന് പകരം നമ്മൾ ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഡേറ്റ്സിന് പകരം തേനും ചേർക്കാവുന്നതാണ്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തയ്യാറാക്കി വെച്ച ഓട്സ് ഫ്ലോറിൽ നിന്നും 1/2 കപ്പ് നമുക്ക് എടുക്കാം. ഒരു പാത്രത്തിൽ 1/2 കപ്പ് ഓട്സ് ഫ്ലോർ, 1 കപ്പ് റോൾഡ് ഓട്സ്, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം മൈദ വേണമെങ്കിലും ചേർക്കാം. ഇനി പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ വാനില എസൻസ് എല്ലാം ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് പേസ്റ്റോ നമ്മൾ തേനാണ് ചേർക്കുന്നതെങ്കിൽ അതോ അല്ലെങ്കിൽ ബട്ടറോ 1 ടേബിൾ സ്പൂൺ മിൽക്കോ ചേർത്തിട്ട് ഇതേപോലെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ടെടുക്കാം. ഇനി ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള മാംഗോ കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മാംഗോ പൾപ്പിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്തിട്ട് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ സ്ലറിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് പാനിൽ നിന്നും വിട്ടുവരുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. ഇതേപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്യുന്ന പാത്രത്തിൻ്റെ ബേസായിട്ട് ഓട്സ് മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇത് അമർത്തിയതിന് ശേഷം ഇതിലേക്ക് ചൂടാറിയ മാംഗോ പൾപ്പ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് ഓവണൊന്നും ഇല്ലാതെ എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ ഓട്സ് മിക്സ് ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് കുറച്ചായിട്ട് വെച്ച് കൊടുക്കാം. ഷുഗറൊന്നും ചേർക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്കാണിത്. ഇനി ഇതിൻ്റെ മുകളിലിട്ട മിക്സ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 160 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. 15 മിനിറ്റ്സ് ആകുമ്പോൾ തുറന്ന് നോക്കാം. മുകൾ ഭാഗം ബ്രൗൺ ആയിട്ട് തൊട്ട് നോക്കുമ്പോൾ കുറച്ച് ഹാർഡ് പോലെ ഫീൽ ആകുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ പാകം. നടുഭാഗം സോഫ്റ്റ് ആണെങ്കിൽ 2-3 മിനിറ്റും കൂടി ഇത് ബേക്ക് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഇത് മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. ഉള്ളിൽ മാംഗോ ഫില്ലിംഗ് വരുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് മാംഗോ ബാറാണ്. ഇത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് മുറിച്ചെടുത്താൽ മതി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. കൂടുതൽ റെസിപ്പീസിക്കായി എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക് യു.